നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുമി 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 അച്ഛമ്മേ, ഓടി വാ അച്ഛമ്മേ. സുമി 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 അതെ, എനിക്ക് തോന്നുന്നത് അവൾക്ക് വിശേഷം എന്തോ ഉണ്ടെന്നാ. ഇനിയിപ്പോ അതുവല്ലതും ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും തകരും. എടാ തക്കുടു, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഈ അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും അല്ല. ആയിരിക്കുമോ? ഏയ്, അതൊന്നുമല്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ആയിരിക്കും. അല്ല, സുമിമോൾക്ക് വിശേഷമുണ്ട് അല്ലേ ഡോക്ടർ? ഇതൊന്നുമല്ല. സമാധാനമായി. സുമിതയുടെ ബോഡി വല്ലാതെ വീക്കാ. ആഹാരം ഒട്ടും അകത്ത് ചെല്ലാത്തതിന്റെ പേരിൽ തളർന്നു വീണതാ സുമിത. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പോരാ, നന്നായി ആഹാരം കഴിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ അപകടമാവും. ഓ, സുമിതയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അവരെ കൊണ്ട് സമയത്ത് ആഹാരം കഴിപ്പിക്കാൻ നോക്കണം. പിന്നെ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും ടോണിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യസമയത്ത് തന്നെ കഴിപ്പിക്കണം. ഓ, സുമി ഇങ്ങനെ കിടക്കാൻ നീ ഒരൊറ്റൊരാളാ കാരണം. കോഴിക്കോട് നിന്ന് വന്നതിന് ശേഷേ സുമി പറയുന്ന എന്തെങ്കിലും നീ കേട്ടോ? തക്കുടു ഇനി മുതൽ പച്ചക്കറി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് സുമി നിർബന്ധം പറഞ്ഞല്ലേ? നിനക്ക് വേണ്ടി അടുക്കള കയറി അവൾ എന്തൊക്കെ ഉണ്ടാക്കി. അതിലെന്തെങ്കിലും ഒരെണ്ണം നീ തൊട്ടു നോക്കിയോ? പകരം ഇവൾ ഉണ്ടാക്കിയ ഇറച്ചിയും മീനും നീ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്തു. അതെല്ലാം ഓർത്ത് മനസ്സ് വിഷമിച്ച് അവൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അവള് നേരത്തിനും കാലത്തിനും ഒന്നും കഴിച്ചിട്ടുമില്ല. വല്ലതും കഴിച്ചോന്ന് ഞാൻ ചോദിച്ചപ്പോ അത് കഴിച്ചു ഇത് കഴിച്ചു എന്ന് അവള് കള്ളം പറഞ്ഞു. ഇനി അങ്ങോട്ട് തക്കുടുവിന്റെ മനസ്സ് മാറുന്നത് വരെ അവൾ ഒന്നും കഴിക്കില്ലാന്ന് വ്രതം എടുത്തതാവാനാണ് സാധ്യത. ഡോക്ടർ പറഞ്ഞതുപോലെ ജലപാനം കഴിക്കാതെ ശരീരം തളർന്നു വീണെങ്കിൽ അതിന് കാരണക്കാരൻ നീ ഒരൊറ്റൊരാളാണ് തക്കുടു. നിന്റെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയാണ് ആ പാവ ഇത്രയും കഷ്ടപ്പെടുന്നത്. അവൾ പറയുന്നത് കേൾക്കാതെ നീ മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്നത് വാരി വലിച്ച് കഴിച്ചാ പിന്നെ അവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? എത്രയും പെട്ടെന്ന് അവളുടെ വിഷമം നീ മാറ്റിക്കോ. അത് നിന്നെ കൊണ്ട് മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ തക്കുടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് കണ്ടിട്ടുള്ള അഹങ്കാരം എടി നിനക്ക്? സാറ് ഇറങ്ങിപ്പോയി. അതിന് ഞാൻ അയാളുടെ പിന്നാലെ രാത്രി ഇറങ്ങിപ്പോണോ? അതോ അയാള് പറഞ്ഞ പോലെ ജീവിച്ച് കാണിക്കണോ? ശാരി, ഞാൻ എന്താ ഇറങ്ങിപ്പോ. ശാരി, അമ്മ വല്യച്ചി, നീ വാ പെണ്ണെ, അവക്ക് ഭ്രാന്ത. അമ്മ
ഈശ്വര. കുടിക്കേ. ഇതിപ്പോ എന്ത് ജോലിയാന്നാ കമലം പറഞ്ഞേ? ഈ കൂപ്പിലെ പണിയില്ലേ, അപ്പൊ പിന്നെ മരം മുറിക്കലും ലോഡിംഗ് ഒക്കെ ആവും. ഇവിടെ ചെയ്തിരുന്നത് അതൊക്കെ തന്നെയല്ലേ. ഡ്രൈവിംഗ് ജോലിയൊന്നും കിട്ടില്ലേ വിഷ്ണുട്ടാ? അതിനൊക്കെ അവിടെ ആളുണ്ടാവും. ഇത് തന്നെ ഹാജിയാരോട് പറഞ്ഞു നോക്കാന്നാ കമലം പറഞ്ഞേ. പിന്നെ ആ ഹാജിയാർക്ക് എന്നെ പരിചയമില്ലല്ലോ. ജോലി കിട്ടിയാൽ തന്നെ നിലമ്പൂരല്ലേ? നിലമ്പൂരെങ്കിൽ നിലമ്പൂർ പോയേ പറ്റൂ. ജോലിയില്ലാതെ ഇങ്ങനെ വെറുതെ അലയുന്നതൊക്കെ ഭേദമാണല്ലോ. ഇയാളെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നാണോ ചിന്തിക്കുന്നത്? ഒരിക്കലും ഇല്ലടോ. ഞാൻ അവിടെ ചെന്ന് ചുറ്റുപാടുകളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇതുപോലൊരു വീടെടുക്കാം. സ്വർഗം എങ്കിൽ സ്വർഗം, നരകം എങ്കിൽ നരകം. എന്തായാലും ഇനി മുതൽ നമ്മൾ ഒരുമിച്ചേ ഉള്ളൂ. ഇവിടെ നിന്ന് സത്യാമ്മയ്ക്ക് മുന്നിൽ ജയിച്ചു കാണിക്കുന്ന നമ്മള് അറിയാം, തോൽവിയാണ്. പക്ഷേ 10 വർഷത്തിൻ്റെ മുന്നിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനി വയ്യ. ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ അമ്മ എന്നോട് ചെയ്തത്. അമ്മയുടെ ഉള്ളിൽ എന്നോടുള്ള പക അമ്മയേക്കാൾ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പണം എടുക്കാനില്ല എന്ന് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കമലം പോയിക്കോളും. സത്യാമ്മയ്ക്കൊരു മോനുണ്ട്. മനസാക്ഷിയുള്ള ആളാന്നാ കമലം പറയുന്നത്. വിഷ്ണു ആശാന്റെ അടുത്ത് കാര്യം പറഞ്ഞ് കുറച്ച് സാവകാശവും ചികിത്സയ്ക്ക് കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാ അതുണ്ടായത്. സത്യാമ്മയുടെ മോൻ അവരുമായിട്ട് ഉടക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്ര. കമലിനടക്കം മനസാക്ഷിയുള്ളവരൊക്കെ സത്യാമ്മയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു. ഇപ്പൊ ഡെന്നിന്ന് പേരുള്ളൊരു തലതെറിച്ചവനാ പണം പിരിക്കാൻ വരുന്നു. ഇരുമ്പ് ഡെന്നി. ഓ, വൃത്തിയിട്ടവനാണോ? ഞങ്ങളുടെ എല്ലാ അവസ്ഥയും അവനറിയാം. എന്നിട്ട് ചോര കുടിക്കാൻ നിൽക്കുക അവൻ. വില പറയാൻ വരുന്നവര് എന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് വില കുറച്ചുകൊണ്ടിരിക്കുക. ന്യായമായൊരു വിലയ്ക്ക് ഇതാരും എടുക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവനും. ഇന്നും കൂടി അവൻ എനിക്ക് അവധി തന്നിരിക്കുന്നു. ഇന്നും കൂടി പലിശപ്പണം കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ റെസ്റ്റോറന്റ് സത്യാമ്മയ്ക്ക് തീരെഴുതി കൊടുക്കണമെന്നാ അവന്റെ കൽപ്പന. അല്ല, അപ്പൊ ഇത്ര കാലം അടച്ച പലിശ പണം? ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഇത് കൊടുത്താലും തീരത്തില്ല സത്യാമ്മയ്ക്കുള്ള ബാധ്യത. ഇതൊരു 20,000 തികയത്തുള്ളെന്നാ അവൻ പറയുന്നേ. വണ്ടി എടുത്താലും 80,000 ബാധ്യത പിന്നെയും കിടക്കുക, പലിശ അടക്കം. എന്റെ ചികിത്സയും കുട്ടികളുടെ പഠിപ്പും വേണ്ടെന്ന് വെച്ചാലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? 1000 രൂപ കൂടുതൽ തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത്രേ ആയല്ലോ എന്ന് കരുതിയാ ഞാൻ കമലിനോട് ഒരാളെ നോക്കാൻ പറഞ്ഞത്. ആരുമില്ലല്ലേ? അപ്പോ ഇത് അവന് തന്നെ കൊടുക്കേണ്ടി വരും. എനിക്കറിയാം അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. സത്യാമ്മയുടെ അടുത്ത് നല്ല വെള്ളം ചമഞ്ഞു നിന്നിട്ട് ചുളുവിലി റെസ്റ്റോറന്റിന്റെ നടത്തിപ്പ് അവൻ ഏറ്റെടുക്കാനുള്ള പരിപാടിയാ. അത് ന്യായമല്ലല്ലിക്ക. ഈ റെസ്റ്റോറന്റ് വെറുതെ തരാൻ പറ്റില്ല നിങ്ങൾക്ക് പറഞ്ഞൂടെ? കട എടുത്ത പണം പലിശ സഹിതം തന്നു വീട്ടിക്കൊള്ളാന്ന് പറഞ്ഞൂടെ? പറയായിരുന്നു സാറേ. ഗുണ്ടകൾ വന്ന്
എന്റെ പെണ്ണിന്റെ മാനത്തിലൂടെ വില പറയുമ്പോ ഞാൻ എങ്ങനെ നെഞ്ചു വിരിച്ചിരുന്ന് സംസാരിക്കാനാ? എന്റെ കുട്ടികൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, അവരുടെ ഉമ്മയല്ലേ ഇത്? ഷാജഹാനിക്ക, നിങ്ങൾ ഈ റെസ്റ്റോറന്റ് സത്യാമ്മയ്ക്കോ ഡെന്നിക്കോ കൊടുക്കുന്നില്ല. ഈ റെസ്റ്റോറന്റ് ഞങ്ങൾ വാങ്ങും. ഞാനും വിഷ്ണുവേട്ടനും. ഒരു 25,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. 25,000 അല്ല, 1,00,000. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ചോദിച്ച കേട്ടില്ലേ, ആരോടാ ചിരിച്ചു കുഴയുന്നേന്ന്? ഓ അതോ, അതെ, എന്റെ ഒരു ഗുഡ് ഫ്രണ്ടിനോട്. അയാള് വാ തുറന്ന തമാശയോട് തമാശ. അതെന്താ, അവന്റെ വലിയ തമാശ ഫാക്ടറി ഉണ്ടോ? അല്ല, ഈ ഫ്രണ്ട് ആരെന്ന് പറഞ്ഞില്ല. ആണാണോ അതോ പെണ്ണാണോ? ആരാണെങ്കിലും നിനക്കെന്താ? എനിക്ക് 1000 ഫ്രണ്ട്സ് ഉണ്ട്. അതൊക്കെ ആരാ എന്താ എന്നൊക്കെ നിന്നോട് പറയണോ? അത് കൊള്ളാലോ. നീ നിന്റെ പണി നോക്കടേ. അപ്പൊ ഗേൾ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? അതായിരിക്കും ഉരുണ്ട് കളിക്കുന്നത്. ആ അതെ, അതെ, നിനക്കെന്താടി? ഇത് ചീപ്പാ, അന്യയുടെ സ്വകാര്യത കയറി ചകയുന്നത്. ഒന്നാമത് നീ എന്റെ മുറി കയറി വരുന്നത് എനിക്കിഷ്ടമല്ല. അതും പോരാഞ്ഞ് എന്റെ മൊബൈൽ കൂടി പരിശോധിക്കാന്ന് വെച്ചാ യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. എങ്കിൽ പിന്നെ പറഞ്ഞൂടെ അതാരാന്ന്? ഞാൻ എന്തിനാ നിന്നോട് പറയുന്നത്? ആരാ ഈ മിസ് ലവ്? പറ. ഇല്ലെങ്കിൽ ഈ മിസ് ലവിനെ പറ്റി ഞാൻ എല്ലാരടുത്തും പറയും. ഇതാരാണെന്ന് എനിക്കും അറിയണ്ടേ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? അതാരാണെന്നല്ലേ? അതെന്റെ ഗേൾഫ്രണ്ടാ. എന്ന് വെച്ചാൽ അവള് ഗേളും ആണ് ഫ്രണ്ടും ആണ്. അത് എനിക്കും അറിയാം ഗേൾ ഫ്രണ്ട് എന്താണെന്ന്. അവിടെയാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അവളെ എന്റെ നല്ല സുഹൃത്താ, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലുള്ള ഗേൾഫ്രണ്ട് അല്ല. ഇടയ്ക്കൊന്ന് സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല സുഹൃത്ത്. അതൊക്കെ എന്നെ പറ്റിക്കാൻ പറയുന്നല്ലേ? എന്നാ അവളുടെ നമ്പർ എന്നതാ, എനിക്ക് ഒരു കമ്പനിയാക്കാലോ. അത് വേണ്ട. നിന്റെ സ്വഭാവം നല്ല പോലെ അറിയാവുന്ന ഞാൻ നിനക്ക് അവളുടെ നമ്പർ തന്ന ആ പാവത്തിനെ കൊല്ലുന്നതിന് തുല്യം. ഇത് ഞാൻ കണ്ടുപിടിക്കും സന്ദീപേ. അവൾ ആരാണെന്നും നിങ്ങൾ തമ്മിൽ എന്താണെന്നും നോക്കിക്കോ. ഞങ്ങൾ ഇപ്പോഴും ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയറായി കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്. ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ കൂടി 200 കോടി എന്ന് പറയുന്നത് ഇപ്പോ എന്താ ഇത്? ഇടി മിന്നലുള്ളപ്പോ ഫോൺ ചെയ്യാൻ പാടില്ല. ഞാനൊരു എമർജൻസി കോളിലായിരുന്നു. താൻ എന്ത് പണിയെ കാണിച്ചേ? അയാൾ എന്ത് വിചാരിച്ചാണ്? സച്ചേട്ടാ, ഇടി മിന്നലുള്ളപ്പോ ഫോൺ തീരെ ഉപയോഗിക്കാൻ പാടില്ല, പൊട്ടിത്തെറിക്കും. ഫോൺ അയ്യോ വേണ്ട സച്ചേട്ടാ, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, അയാൾ പിന്നെ തിരിച്ചു വിളിക്കും. ഓ, താനൊന്ന് മാറിക്കേ. ഇതൊരു വാല്യബിൾ കസ്റ്റമറാ. ഇത്തിരി പ്രശ്നമുണ്ട്, അതൊന്ന് തീർക്കട്ടെ ഞാൻ. സച്ചേട്ടാ, അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ. സോറി, ഇവിടെ ഭയങ്കര തണ്ടർ ലൈറ്റനിങ് ആണ്. അങ്ങനെ കട്ടായതാ. ഞാൻ പറഞ്ഞു വന്നത്, അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നോ അതർ ഫർദർ ഡീലിംഗ് ഫ്രം കമ്പനി സൈഡ്. ഒരാൾക്ക് വേണ്ടിയൊന്നും കമ്പനി പോളിസി മാറ്റാൻ പറ്റില്ല. ഇത് സംസാരിച്ചത് ഒരു ഫോൺ ചെയ്യലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കേട്ടോ സഞ്ജു,
ഞാൻ നടന്നു തുടങ്ങിയ നമ്മുടെ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കണമെന്ന് മുത്തശ്ശി പറയുന്നത്. ഞാൻ എപ്പോഴും അതിന് തയ്യാറാ. നാളെങ്കിൽ നാളെ. അയ്യടാ, അതിന് വീൽചെയറിലിരുന്ന് വേണ്ടേ കതിർ മണ്ഡപത്തിലോട്ട് വരാൻ? അതിനൊന്നും എന്നെ കിട്ടില്ല. വിവാഹത്തെക്കുറിച്ച് എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. ചേച്ചിയുടെ ഒരു സ്വപ്നവും വെറുതെ ആവില്ല. ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹമായിരിക്കും അത്. അതാവണല്ലോ. നമ്മൾ കണ്ടതൊന്നും പാഴ് സ്വപ്നങ്ങളാവില്ല. കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കണമെന്ന് മാത്രം. അതെ. പക്ഷെ എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവണ്ടേ? എനിക്ക് ആക്സിഡന്റ് പറ്റാതിരുന്നെങ്കിൽ എന്നെ ഇവള് പറയാൻ മടിക്കുന്ന ഇവളുടെ ഭർത്താവിനെ ഞാൻ കണ്ടെത്തിയനെ. ഒരു നോട്ടത്തിനിടയില എനിക്ക് അയാളുടെ മുഖം മിസ്സായത്. അയാളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാനുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഇപ്പൊ തുടങ്ങായിരുന്നു. സത്യത്തിൽ അയാളത് ആഗ്രഹിക്കുന്നുണ്ടാവും. ആഗ്രഹിക്കാത്തത് ഇവളാ. ചേച്ചി ഇത്രയും കഷ്ടപ്പെടുമ്പോഴും അതിനു വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടും അയാൾ ആരാണെന്ന് പറയാൻ എന്തിനാ സഞ്ജുവള് മടിക്കുന്നേ? അപ്പൊ ഞാനാണോ അയാളാണോ ഇവൾക്ക് വലുത്? നീ എന്തിനാ അവളെ വേദനിപ്പിച്ചത്? അത് നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. അമ്മ പറയുന്നതും ശരിയല്ലേ? അമ്മ അവളുടെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അയാളെ തേടി ഓടേണ്ടി വരുമായിരുന്നു. ഡിവോഴ്സ് വേണ്ടി വന്ന അത് അയാളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുമെന്ന് കരുതിയ അവൾ പറയാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. രക്ഷിച്ചവനെ ശിക്ഷിക്കാൻ പാടില്ലെന്ന നിലപാട് അവൾക്ക്. അയാളെ ഞാൻ കണ്ടെത്തി സഞ്ജു. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിവാഹത്തിന് മുമ്പ് എനിക്ക് അമ്മൂനെ ഒരു നല്ല പയ്യന്റെ കയ്യിൽ ഏൽപ്പിക്കണം. നിന്റെ കല്യാണം കഴിഞ്ഞാലും നീ അമ്മൂനെ കൂടെ കൊണ്ട് നടക്കുമെന്ന് ചോദിക്കുന്നവരോടുള്ള എന്റെ മറുപടി ആവണം അത്. അതിന് സഞ്ജു എന്റെ കൂടെ നിൽക്കില്ലേ? നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാവില്ലേ? അമ്മന്റെ വിവാഹം നമ്മുടെ വിവാഹത്തിന് മുമ്പ് നടത്തണം. സഞ്ജു എനിക്ക് തരുന്ന വിവാഹ സമ്മാനമായിരിക്കും അത്. വാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീണ്ടും വിവാഹത്തെപ്പറ്റി സംസാരം വന്നപ്പോ തന്നെ സ്വാതി കിടപ്പിലുമായി. ഇതൊക്കെ ആരുടെങ്കിലും പകുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ദിനേശങ്ങളിൽ തോന്നുന്നുണ്ടോ? ഒരാൾ കൊല്ലാൻ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മരിക്കേണ്ട ആളുടെ സമയമാവണ്ടേ? സഞ്ജുവിന്റെ രക്ഷ അമ്മു കഴുത്തിലടിഞ്ഞ താലിയ. അതവള് കഴുത്തിൽ നിന്ന് ഊരാതെ നടക്കുന്നത് സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ടോ അവന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം മനസ്സിലുള്ളത് കൊണ്ടോ അല്ല. അവനെ ബാധിച്ചിരിക്കുന്ന പ്രാണഭീതി ഒഴിഞ്ഞു പോവാനാ. അല്ലെങ്കിൽ സ്വാതി ആരാണെന്നറിഞ്ഞ നിമിഷം അവളത് അഴിച്ചു മാറ്റിയനെ. പലരുടെയും പഴയ അമ്മു ഏറ്റുവാങ്ങുന്നത് ആ താലി അവളുടെ കഴുത്തി കിടന്നിട്ടാ. സത്യം എന്താണെന്ന് അവൾക്കറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. രാജു പറഞ്ഞത് ശരിയാ. സഞ്ജു സ്വാതിയെ താലി കെട്ടിയ അമ്മുവിന്റെ താലിക്ക് വിലയില്ലാതാവും. പിന്നെ അവൻ ആപത്തുകൾ വരാൻ പോകുന്നേ. ശ്രീദേവിയമ്മ സഞ്ജുവിനെയും കൂട്ടി പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ പോയത് എന്തിനാ? അവന്റെ പ്രാണഭീതിക്ക് ദേവിയുടെ പ്രീതി നേടാനാ, അല്ലേ?
അമ്മു എന്ന ലക്ഷ്മി ഈ വീട്ടിൽ വെറുതെ വന്നതല്ല. അവൾ ആരാണെന്ന് ശ്രീദേവിയമ്മ തിരിച്ചറിഞ്ഞ ഞാൻ പറഞ്ഞതിനേക്കാളെല്ലാം ശ്രീദേവിയമ്മയ്ക്ക് പറയാനുണ്ടാവും. മംഗലശ്ശേരി വീടിന്റെ രക്ഷയായി ഇപ്പൊ അമ്മു. പിന്നെ അവള് കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആ താലിയും. അമ്മൂനോട് ഞാൻ പറഞ്ഞതുപോലെ അല്ലല്ലോ മല്ലികാന്റി. പക്ഷെ എനിക്കിപ്പോഴും മല്ലികാന്റി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനുവിനെ ഞാൻ വിളിച്ചതല്ലേ, എന്നിട്ട് ഇങ്ങനൊരു കാര്യം മനു എന്നോട് പറഞ്ഞില്ലല്ലോ. സഞ്ജുവിന്റെ എന്ത് കാര്യവും മനു എന്നോട് പറയാതിരിക്കില്ല. അതിന് ഈ വിവരം സഞ്ജു മനുവിനോട് പറയണ്ടേ? സഞ്ജുവും സ്വാതിയുടെ അച്ഛനും വീട്ടുകാര് പോലും അറിയാതെ ഈ വിവരം മറച്ചു വെച്ചിരിക്കുക. സ്വാതി പാരലൈസ്ഡ് ആയെന്ന് എപ്പോഴായാലും വീട്ടുകാർ അറിയേണ്ടതല്ലേ? മോൾക്കത് ഊഹിച്ചൂടെ? ഉടനെ ഒരു ദുരന്ത വാർത്ത കൂടി പുറത്തു വിടണ്ടെന്ന് അവര് കരുതി കാണും. ഇങ്ങനൊരവസ്ഥയില് സഞ്ജുവിന്റെ സ്വാതിയുടെയും വിവാഹം നടന്നാൽ തന്നെ എങ്ങനെ അവൾക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പറ്റും? എല്ലാ ഭാഗവും നമ്മളൊന്ന് ആലോചിക്കണ്ടേ മോളെ? ആ കുടുംബത്തിലെ ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു സഞ്ജു സ്വാതി. മറ്റാർക്കും കുഞ്ഞുങ്ങളുമില്ല. ചുരുക്കി പറഞ്ഞ മംഗലശ്ശേരിയിൽ ഇനി ഒരു കുഞ്ഞിക്കാലി പിറക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. ഇനി എങ്ങനെ സംഭവിക്കണമെങ്കിൽ സഞ്ജു സ്വാതിയെ മാറ്റി നിർത്തി മിക്കവാറും മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മ എന്താ അവിടെ നിൽക്കുന്നേ? ആൾക്കാർക്കിടയിലാണോ അമ്മ നിൽക്കേണ്ടത്? ഇങ്ങോട്ട് വാ അമ്മേ. എന്റെ അടുത്ത് വന്ന് നിൽക്ക്. നീ എന്തോ മോനെ ഈ പറയുന്നേ? ഞാൻ നിന്റെ അടുത്ത് തന്നെ അല്ലേടാ മോനെ നിൽക്കുന്നേ. ഈ അമ്മയല്ല, എന്റെ സ്വന്തം അമ്മ. ദേവമ്മ, എന്റെ അമ്മ അവിടെ നിൽക്കുന്നേ. അയ്യോ, എന്റെ അമ്മയുടെ കാൽ തൊട്ട് ഞാൻ അനുഗ്രഹം വാങ്ങിച്ചില്ലല്ലോ. അതുകൊണ്ടേ എന്നോട് പിണങ്ങി നിൽക്കായിരിക്കും. പിണങ്ങല്ലേ അമ്മേ? ഞാൻ അങ്ങോട്ട് വന്ന് അനുഗ്രഹം വാങ്ങാം. ഏട്ടാ, വിശാൽ, വിശാൽ സർ, വിശാൽ സർ, വിശാൽ സർ ബ്രോ, വിശാൽ സർ, വിശാൽ സർ, വിശാൽ സർ, മോനെ വിശാൽ, മോനെ ദൈവമേ, മോനെ വിശാൽ, മോനെ, അയ്യോ മോനെ, വിശാൽ, മോനെ വിശാൽ, മോനെ അച്ഛാ, വിശാൽ, വിശാൽ സർ, മോനെ, അയ്യോ വിശാൽ, അച്ഛാ, വിശാൽ, വിശാൽ സർ, വിശാൽ, വിശാൽ, വിശാൽ ബ്രോ, മോനെ വിശാൽ, വിശാൽ സർ, മോനെ വിശാൽ, വിശാൽ, മോനെ, മോനെ. ഓമനെ അങ്ങളെ വണ്ടി എടുക്കടാ, ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം.
സൂക്ഷിച്ച് പതുക്കെ. മാറിങ്ങോട്ട്. അയ്യോ വിശാൽ സാർ. അച്ഛമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിക്കോളൂ. നിങ്ങളോട് നിന്നാ മതി. കരയില്ലേ മോളെ? ഉദയന്നൂരമ്മയുടെ മുന്നിൽ നീ നിത്യവും തിരി തെളിയിക്കുന്നതല്ലേ? ദേവി നിന്നെ കൈവിടില്ലെന്ന് നിനക്കറിയില്ലേ? വിശാലിനൊന്നും സംഭവിക്കില്ല. അച്ഛമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. ചോര ഒലിപ്പിച്ചോണ്ട് ബോധമില്ലാതെ കിടക്കുന്ന വിശാൽ സാറിന് ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നത് അച്ഛമ്മ. വിശാൽ സാറിനെ അപകടപ്പെടുത്താൻ വേണ്ടി ജാസ്മിനും അവളുടെ ചേട്ടനും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. അതുകൊണ്ടാ വിശാൽ സാറിന്റെ അടുത്ത് പോലും പോവാതെ ഞാൻ ആൾക്കാരുടെ ഇടയിൽ തന്നെ നിന്നത്. എങ്ങനെയാണ് വിശാൽ സാറിന് അപകടം സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയും പ്രതാപൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. വിശാൽ സാറിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അച്ഛമ്മ. അത് നിന്റെ കുറ്റമല്ല മോളെ. നീ കരയാതിരിക്കേ. ഗായത്രിയമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ പാർവതി? നിന്റെ മുന്നിൽ മാത്രമേ ഗായത്രിയമ്മ വരാറുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് മാത്രമേ ഗായത്രിയമ്മയെ കാണാൻ കഴിയുള്ളൂ. അമ്മയൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് വിശാൽ ബ്രോ നിന്നോട് പലതവണ ചോദിച്ചതല്ലേ? അമ്മയൊന്ന് മുന്നിൽ വരുമോന്ന് ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കി വിശാൽ ബ്രോ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശാൽ ബ്രോയുടെ മുന്നിൽ ഗായത്രിയമ്മ ഒരിക്കൽ പോലും ചെന്നിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. ബ്രോയുടെ മുന്നിൽ ഗായത്രിയമ്മ എത്തിക്കാൻ നീ എന്തോ പൂജ ചെയ്തിരുന്നില്ലേ? അതും സക്സസ് ആയില്ലല്ലോ. നീ സത്യം പറ, ഗായത്രിയമ്മ മണ്ഡപത്തിൽ വന്നിരുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മനസ്സിൽ ഈ സംശയമുണ്ട്. ഞങ്ങൾക്കാർക്കും ഗായത്രിയുടെ ആത്മാവിനെ കാണാൻ കഴിയില്ലെങ്കിലും നിനക്ക് കാണാൻ കഴിയുമല്ലോ. വിശാല് പറഞ്ഞതുപോലെ ആൾക്കാർക്കിടയിൽ ഗായത്രി നിൽപ്പുണ്ടായിരുന്നോ? എനിക്കറിയില്ല അച്ഛമ്മ. ഞാൻ കണ്ടില്ല. വിശാൽ ബ്രോയുടെ ഡ്രാമ ആയിരിക്കും ഇനി. എനിക്കൊന്നും അറിയില്ല ഗാർഗി. ബോധമില്ലാതെ കിടക്കുന്ന വിശാൽ സാറിന്റെ മുഖം എന്റെ മനസ്സിൽ. വിശാൽ സാറ് കണ്ണു തുറന്ന് കാണൂ ഗാർഗി. അച്ഛമ്മേ, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോണം. അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ ഞാൻ ഉരുകി ഉരുകി ചത്തുപോകും. ഗാർഗി, നീ ആ ഓമനക്കുട്ടിനെ ഒന്ന് വിളിച്ചേ. ശരി അച്ഛമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുന്ധതി മാഡമായിട്ട് ഉണ്ടാക്കിയ കരാറ്, ആ കരാർ നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ ഞാൻ വേറെ പാടിയാ അത് കേസാവും. അരുന്ധതി മാഡം അച്ഛനും അമ്മയൊക്കെ ഭീഷണിപ്പെടുത്തും. ഞാൻ അന്ന് ദുബായിലായിരുന്നപ്പോ അവരപ്പൂനെ തട്ടിക്കൊണ്ടുപോയി. ആ സിറ്റുവേഷൻ ബോൾഡായിട്ട് താൻ ഹാൻഡിൽ ചെയ്ത്. എന്നിട്ടിപ്പോ ഇവള് വീണ്ടും പേടിക്കുക. ശ്യാമേ, ദേ അഖിലിന്റെ സ്വപ്നവാ
തന്റെ കഴിവുകൾ ലോകം മൊത്തം അറിയണമെന്നുള്ളത് അഖിലിന്റെ സന്തോഷത്തിനും കൂടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ സർ, എനിക്ക് പേരും പ്രശസ്തിയൊന്നും വേണ്ട. സാറിനും എനിക്കും വേണ്ടി ഞാൻ പാടാം. നമ്മുടെ മാത്രമായിട്ടുള്ള സമയങ്ങളിൽ ഞാൻ പാടാം. ഇതിനെയാണ് ദൈവത്തിനെ നിന്ദിക്കുക എന്ന് പറയുന്നത്. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് അവരവർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടാനാണ്. ഗാനഗന്ധർവൻ യേശുദാസ് തനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പാടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ തനിക്ക് വായിക്കാൻ വേണ്ടി മാത്രം എഴുതാം അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലോ? മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അവരവർക്ക് വേണ്ടി മാത്രം അഭിനയിച്ച് വീട്ടിലിരുന്ന് കണ്ടാലോ? ശ്യാമേ, താൻ തന്റെ കഴിവുകൾ പുറത്തിറക്കാതെ ദൈവത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി പാടി ദൈവത്തെ ചതിക്കുകയും ചെയ്യുന്നു. അരുന്ധതിയാ, ഫോണെടുക്ക്. ഇനി പാടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയണം. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നുണ്ട്. എങ്കിലിങ്ങതാ ഞാൻ പറയാം. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. സ്പീക്കറിലിട്ട്. ഹലോ. നിനക്ക് ഫോൺ എടുക്കാൻ വയ്യല്ലേ? അന്നത്തെ ആ തട്ടിക്കൊണ്ടുപോകലോടെ നീ അങ്ങ് ജയിച്ചെന്നാണോ നിന്റെ വിചാരം? ഞാനുണ്ടാക്കിയ കരാറിൽ നിന്ന് മാറിയാൽ നീ അനുഭവിക്കും. കോൺട്രാക്റ്റ് ഒക്കെ ദേ എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. വരുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് അനുഭവിക്കാം. ഞാൻ സ്നേഹത്തോടെ പറയാ, പഴയതുപോലെ നമുക്ക് സഹകരിച്ചു പോവാം. ഇനി എത്ര കാശ് വേണമെന്ന് വെച്ചാ പറ, വാസുദേവനെ വിളിച്ച് ഞാൻ ഏൽപ്പിക്കാം. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നീ മറക്കണം. നീ വരണം. വിസ്മയക്ക് വേണ്ടി നീ പാട്ട് പാടണം. അഖിലോ വീട്ടുകാരോ അറിയാതെ ഞാൻ നോക്കിക്കോളാം. ഞാനും വിസ്മയും നീയും മാത്രം അറിയുന്ന ഒരു രഹസ്യം. മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ വേണം. നോക്ക്, നീ എനിക്ക് വാക്ക് തന്നത് അത് മാറ്റിയേക്കരുത്. എന്തു പറയുന്നു ശ്യാമ? ഹലോ ഹലോ ശ്യാമേ. പറ്റില്ലെന്ന് പറ, പാടാൻ വരാൻ പറ്റില്ലെന്ന് പറ. പറയേ. എനിക്ക് പാടാൻ വരാൻ പറ്റില്ല. ഞാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയ്ക്കിപ്പോ അവളുണ്ടല്ലോ, ആ ശ്യാമ. അമ്മ അവളെ പിടിച്ചാ മതി. ഇപ്പോ അവളോടല്ലേ സ്നേഹം. എന്താ മോളെ, അമ്മ പറഞ്ഞില്ലേ, ഞാൻ മറ്റൊന്നുമല്ല നോക്കിയത്. നമ്മുടെ കമ്പനിയുടെ ഭാവി മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എത്ര കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ സഹിച്ചു തുടങ്ങിയ പ്രസ്ഥാനം. പരിചയം ഇഷ്ടമൊക്കെ വെച്ചിട്ട് ആ കമ്പനിയിൽ ആളെ നിയമിച്ച അതിന്റെ ക്ഷീണം കമ്പനിയെ ബാധിക്കും. കമ്പനി പൊളിയും. ഓ അത് ശരി. അപ്പോ ഞാൻ കമ്പനിയുടെ തലപ്പത്ത് വന്ന കമ്പനി പൊളിയും അല്ലേ? അങ്ങനെയാണോ മോളെ ഞാൻ പറഞ്ഞത്? എന്തായാലും ഇനിയും മത്സരം കിടക്കുമല്ലേ. മോൾ അതില് നല്ല പ്രകടനം കാഴ്ചവെച്ച പോരെ. അമ്മേ, എന്തിനും ഏതിനും അമ്മയുടെ കൂടെ കട്ടയ്ക്ക് നിന്നവളാ ഞാൻ. ഒരത്താപ്പാടി വീട്ടിലെ പെണ്ണാ അവള്. കള്ള കല്യാണം പോലൊരു കല്യാണം കഴിച്ചിട്ടാ അവള് നമ്മുടെ വീട്ടിലേക്ക് കയറി പറ്റിയത്. അമ്മയുടെയും നമ്മുടെയൊക്കെ സ്വപ്നം പലവട്ടം അവള് തകർത്തു. ഒരു ദരിദ്രവാസി കുടുംബത്തിൽ നിന്നേ വസുന്ധരയ്ക്ക് മരുമോളെ കിട്ടിയുള്ളൂ എന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അവിടൊക്കെ അമ്മയുടെ അഭിമാനം രക്ഷിച്ചിരുന്നതേ ഈ ഐശ്വര്യ. കപടഭക്തി കാണിച്ച് കാര്യം കാണാൻ എനിക്കറിയില്ല. ശരിക്കും അതെനിക്കൊരു ദോഷം തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലാ ഈ തള്ളിയൊന്ന് പാട്ടിലാക്കാൻ പറ്റുക?
അമ്മ ഞാൻ പറഞ്ഞത് നേരാണോ കള്ളാണോ? അമ്മ അത് മാത്രം പറഞ്ഞാ മതി. മോള് പറയുന്നതൊക്കെ സത്യം തന്നെയാ. ആഖ്യമായിട്ടുള്ള അവളുടെ കല്യാണം അബദ്ധമായിട്ട് നടന്നതാണെന്നാണോ അമ്മ കരുതുന്നത്? അതിന്റെ പിറകില് അവളുടെയും വീട്ടുകാരുടെയും ഗംഭീര നാടകം ഉണ്ടായിരുന്നമ്മേ. ബാക്കിയൊന്നും പോലെയല്ലല്ലോ താലി. അത് കഴുത്തി വീണത് തന്നെ. പിന്നെ അത് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടിച്ചളയാൻ പറ്റില്ലല്ലോ. അത് അവൾക്കും വീട്ടുകാർക്കും നന്നായിട്ടറിയാം. ആലോചിക്കുന്തോറും ഇങ്ങനൊരുത്തി കമ്പനിയുടെ തലപ്പത്ത് വന്നാലേ നല്ല ചേലായിരിക്കും. കണ്ടില്ലേ, ഇപ്പൊ തന്നെ ആ അരവിന്ദനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇവളെങ്ങാനും മേധാവിയായ പിന്നെ നല്ല രസമായിരിക്കും. ഒരു ക്യാബിനില് അവളുടെ തന്തപ്പടി, ആ കള്ള സെക്യൂരിറ്റി, വേറൊരു ക്യാബിനില് തളർന്നു കിടക്കുന്ന അവളുടെ തള്ള, സ്പെഷ്യൽ മേധാവിയായിട്ട് ആ സൂത്രക്കാരി ജയന്തി. അടിപൊളിയായിരിക്കും അമ്മ, അടിപൊളി. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. സോറി അമ്മ, അമ്മയുടെ കോമഡി കേട്ട് ഞാൻ ചിരിച്ചു പോയതാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ മരുമകളായിട്ട് അവള് കയറി പറ്റി. പിന്നെ കമ്പനിയിൽ 2 ആളെ നിയമിക്കാൻ പ്രയാസം. ഒരബദ്ധം പറ്റി, ഇനിയൊരബദ്ധം കൂടി ഈ വസുന്ധരയ്ക്ക് പറ്റില്ല. എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നീ കഴിക്കാൻ നോക്ക്. ഈ അമൃത എവിടെ പോയി കിടക്കുക? ഭക്ഷണം കൊണ്ടുവച്ചാലും പോരാ, കഴിക്കാൻ വേണ്ടി കൈയും കാലും പിടിക്കണം. അമൃത, എത്ര എളുപ്പത്തില് ഇവരെ മാറ്റിയെടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ സുധാമണി, കൃഷ്ണമൂർത്തിയുടെ ഭാര്യ. അദ്ദേഹം മുമ്പേ ആശുപത്രി കിടന്നപ്പോ ഞാൻ വന്നിട്ടുണ്ട്. ഡോക്ടർ കണ്ടിട്ടുണ്ട്. കൃഷ്ണമൂർത്തിയുടെ വൈഫല്ലേ? അതെ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മൂർത്തിയുടെ സർജറി ഉടനെ നടക്കും. എന്റെ മോനാ സാഗർ. സാഗറിന് എന്തോ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കൃഷ്ണമൂർത്തിക്ക് ബോൺ മാരോ ചെയ്യണം. ഡോണർ സാഗറാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. എന്റെ സാഗറിന് എന്താ സംഭവിച്ചത്? എനിക്ക് എന്റെ മോനെ കാണണം. സാഗറിന് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ മകൻ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. ഡോക്ടർ, ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. എന്തോ ചതിയുണ്ട്. എനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കണോ? ആരെ വിളിച്ചാലും ശരി, സാഗറിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്നാലും ഞാനിപ്പോ മാറും. എനിക്കറിയണം എന്റെ മോൻ എന്ത് പറ്റിയെന്ന്. എനിക്കറിയണം. സുധാമണി, നിങ്ങളല്ലേ സാഗറിനെ ഇവിടെ കൊണ്ടുവന്നത്? ഇവരെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക. അതിന് കാര്യങ്ങൾ പറയാൻ സാഗറിന് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ലല്ലോ ഡോക്ടർ. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇവരെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. ആ, സുധാമണി വാ, നിങ്ങൾ വരൂ. കൃഷ്ണമൂർത്തിക്ക് ഒരു ഗുരുതരമായ അസുഖമാണ്. ക്യാൻസറാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ഭാഗമായി അദ്ദേഹത്തിന് മാച്ച് ചെയ്യുന്ന ആളിന്റെ ബ്ലഡിൽ നിന്നും ടിഷ്യൂസ് എടുക്കണം. സാഗറിന്റെ ബ്ലഡ് മൂർത്തിയുടെ ബ്ലഡുമായി മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിനാണല്ലേ സാഗറിനെ അയാൾ കൂട്ടുപിടിച്ചത്? എന്റെ മോനെ ചതിച്ചതാ. വേണോട്ടാ, എനിക്കിപ്പോ സാഗറിനെ കാണണം. സാഗറിന് ഇപ്പൊ കാണാൻ പറ്റില്ല.
സാഗർ സെഡേഷനില്ല. എനിക്ക് എന്റെ മോനെ കാണണം. അവന്റെ അമ്മയെ എനിക്ക് കാണണം. പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഇനിയും ബഹളം വെച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വരട്ടെ, ഞാൻ പറയാം പോലീസിനോട്. എന്റെ മോനെ ചതിച്ചു കൊണ്ടുവന്ന് ഓപ്പറേഷൻ നടത്താന്ന് പോലീസ് പറയട്ടെ. അവരന്വേഷിക്കട്ടെ. മോനെ ചതിച്ചെന്നോ? ആര് ചതിച്ചു? ദാ, സാഗർ ഒപ്പിട്ട സമ്മതപത്രം. സാഗറിന്റെ ഒപ്പാണല്ലോ, അതിസംശയമില്ലല്ലോ. സാഗർ പ്രായപൂർത്തിയായ വ്യക്തിയാണ്. അയാളുടെ സമ്മതത്തോടു കൂടിയാണ് എല്ലാം നടക്കുന്നത്. ഇനിയും നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. സുധാമണി, മൂർത്തി സാറിന് വേണ്ടി സാഗർ എന്തും ചെയ്യാൻ നിൽക്കുക. സാഗറിന്റെ സമ്മതമാണെങ്കിൽ പിന്നെ സുധാമണി ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉത്തമന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടേതായ രീതിയിൽ ഒരു ചടങ്ങ് കൂടെ ഇവിടെ നടത്താം. മജീദിന് വേറെ ഒരു ജോലിയില്ലയോ? അത്യാവശ്യ ചടങ്ങുകളൊക്കെ കൂടെ നടക്കുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് പിന്നെ എന്തൊരു ചടങ്ങെന്തിനാ? വെറുതെ എന്തിനാ മജീദെ കാശ് ചെലവാക്കുന്നത്? എന്താ വലുതാമേട്ടെ, ഈ ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, നമ്മൾ കാശ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാശില്ല എന്തെന്ന് അതിന്റെ ഒന്നും ഒരു കാര്യമില്ലെന്ന്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചടങ്ങിന്റെ പേരിൽ ഒരു മട്ടൻ ബിരിയാണി കഴിക്കുന്നുണ്ട് ബൽരാമേട്ടന് വല്ല കുഴപ്പമുണ്ടോ? എനിക്കെന്താ പ്രശ്നം? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ പിന്നെ ചടങ്ങുകളൊക്കെ ചടങ്ങിന്റെ രീതിക്ക് നടക്കട്ടെ. എന്താ? ആയിക്കോട്ടെ. പിന്നെ മറ്റോ എന്താ കാര്യം? നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് വിചാരിച്ചു പോകുമ്പോ ചെയ്തേ ചുമ്മാ കേൾക്കാൻ രസമുണ്ട്. പറയാ എന്താ രസോ? ഞാൻ പറഞ്ഞത് അത് പിന്നെ ഒന്നുമില്ല. സന്തോഷം, റെഡി ആയല്ലോ. ഉത്തമൻ നടത്തുന്ന വളകാപ്പി ചടങ്ങ് കൂടെ കഴിഞ്ഞിട്ട് വരാന്ന് വെച്ച് ഇന്നായിരുന്നു. പക്ഷെ അതിന് 5-6 മാസം കൂടെ കഴിയുമെന്നിക്കാ. ആണോ? എന്നാ അത് കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഒട്ടും ധൃതിയില്ലായിരുന്നു. കണ്ട വാപ്പയ്ക്ക് ധൃതിയില്ലായിരുന്നെന്ന്. എന്നാ പിന്നെ ഉമ്മ പോണ്ടമ്മ. എന്നാ പിന്നെ വരണ്ടല്ലേ. എന്റെ സുലു, നീ ആ വീട്ടിൽ നിന്ന് പോന്നിട്ട് എത്ര ദിവസമായെന്ന് അറിയാവോ? ഓ, ഞാനതൊന്നും അന്വേഷിക്കാറില്ല. അന്വേഷിക്കാറില്ലെന്ന് അയലൊക്കെക്കാരൊക്കെ എന്നോടൊന്ന് ചോദിക്കുന്നു, നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചോന്നു. അയൽവക്കക്കാരുടെ ഒരു കാര്യം അന്വേഷിക്കാനും ഞാൻ പോവാറില്ലല്ലോ. പിന്നെ ഇതിന് എന്റെ കാര്യങ്ങളൊക്കെ അവരന്വേഷിക്കുന്നത്. ഓ, അപ്പൊ നമ്മളും അവരുടെ കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ല അല്ലേ? ഇടപെടണ്ട. നമ്മുടെ തെക്കയിലെ ശുക്കൂർ ഗൾഫിൽ തിരിച്ചു പോയായിരുന്നോ? അവൻ മിനിഞ്ഞാന്നേ അവന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടോ? അവൻ തിരിച്ചു പോകത്തില്ല. അവന്റെ വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടുന്നാ ഞാൻ കേട്ടത്. ഉമ്മ വീട്ടിൽ നിന്ന് മാറുന്നിട്ട് കൊറേ ദിവസം ആയതുകൊണ്ടേ ഇനി അവിടെ ചെല്ലുമ്പോ നല്ല തിരക്കായിരിക്കും അല്ലേ? പിന്നെ ഇല്ല, ഇനി ഒന്നേന്ന് തുടങ്ങണം. ജാനകി വരാറുണ്ടോ? പിന്നെ ദിവസവും വൈകുന്നേരം വന്ന് നമ്മുടെ വേലിക്ക് വന്ന് നിന്നിട്ട് നിന്നെ അന്വേഷിക്കും. നീ വന്നോന്ന് ചോദിക്കും. വന്നില്ല എന്ന് പറയുമ്പോ ഇനി വഴക്കൂടാൻ പറ്റൂലല്ലോ എന്ന് ആലോചിച്ച് കണ്ണ് നിറഞ്ഞ് തിരിച്ചു പോകും. പാവല്ലേ. ചെന്ന ഉടനെ ആദ്യം ഞാൻ ജാനകിയോട് വഴക്കിടും. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ചെന്ന് അതേപടി പറയല്ലേ. ബൽറാമേട്ടൻ എന്നെ അങ്ങനാണോ കരുതിയിരിക്കുന്നത്? അയ്യോ, അങ്ങനെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കഥ നമുക്ക് പുറത്തു പറയാൻ കൊള്ളാവുന്ന ഉണ്ടോ? അവിഹിത ഗർഭം ഉണ്ടാക്കിയ നാറിയ കഥകളൊക്കെ ഞാൻ എങ്ങനെ പുറത്തു പറയാമെന്നാ ബൽറാമേട്ടൻ പറയുന്നത്? ഇതിപ്പോ വേറെ വല്ല കുടുംബത്തിലും നടന്ന കഥയായിരുന്നെങ്കിൽ ഞാനിത് മസാലയൊക്കെ ചേർത്ത് ഞാനങ്ങ് തകർത്തേനെ. പക്ഷെ ഇത് സ്വന്തം കുടുംബത്തിലല്ലേ, സ്വന്തം പല്ലിന്റെ അട കുത്തി മണപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിത് ആരോടും മിണ്ടത്തില്ല. മിണ്ടാൻ കൊള്ളത്തില്ല ബൽറാമേട്ട. പിന്നെ ഞാൻ പുതിയൊരു കഥയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാനകിയോട് പറയാനേ, നമ്മുടെ പങ്കിമാമനെ ഡൽഹിയിൽ നിന്ന് ഒരാലോചന വന്നു എന്ന് പറയും. എന്നിട്ട് നമ്മളെല്ലാരോടും നിർബന്ധിച്ചിട്ട് സാറാമ്മ മേഡത്തിനെ കല്യാണം കഴിപ്പിച്ചു എന്നും പറയും. പക്ഷെ ഇനി ഗർഭത്തിന്റെ കാര്യത്തിലൊരു ഡൗട്ട് അടിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, 7-ാം മാസത്തിൽ സാറാമ്മ മേഡം ഒന്ന് പ്രസവിച്ചു എന്ന് പറയും. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കാറില്ലേ? അപ്പൊ അങ്ങനെ 7-ാം മാസത്തിൽ പ്രസവിച്ചു എന്നങ്ങ് പറയാം. അങ്ങനെ ഒരു വലിയ കഥയൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ ബൽറാമേട്ട? അതായിരിക്കും നല്ലത്. എന്ത്
വെക്ക് ഇത്ര ധൃതി മോടെ അടുത്തല്ലേ നിക്കുന്നേ. അത് തന്നെയല്ലേ ബലരാമേട്ടൻ്റെ അടുത്ത് ഇച്ചിരൂടെ ഒക്കെ വർത്താനം പറഞ്ഞിട്ട് പോവാം. വേണ്ട സുലു, നമുക്ക് പോകാം. എന്നാ പിന്നെ പോയേക്കാം അല്ലേ? ബലരാമേട്ട ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചോളാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ബലരാമേട്ടൻ ആരോഗ്യം വീണോ. എന്നാ ഇറങ്ങിക്കോട്ടെ. പോട്ടെ മോളെ. ശരി ശരി ഷൈന, ശരി വായിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.